ഇന്ന് കേട്ട രണ്ട് തമാശകൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം. ഒന്ന്, ട്രംപിനെ സമാധാനത്തിലുള്ള നൊബേലിന് വീണ്ടും നാമനിർദ്ദേശം ചെയ്തു. എന്തിന്? ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ സാധ്യമാക്കിയതിന്. ഇതിനിടയ്ക്ക് ഇറാനിൽ ട്രംപ് ഇട്ട ബോംബിനെ കുറിച്ചൊന്നും ആരും ചോദിക്കരുത്. US റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ബഡി കാർട്ടർ ആണ് നോമിനേറ്റ് ചെയ്തതെന്നാണ് വാർത്ത. നേരത്തെ ഇന്ത്യ പാക് വെടിനിർത്തൽ സാധ്യമാക്കിയതിന് പാകിസ്ഥാൻ ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേലിന് നോമിനേറ്റ് ചെയ്തിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സമാധാന വക്താവായ ട്രംപ് ഇറാനിൽ ബോംബിട്ടത്. പിന്നീട് നാമനിർദ്ദേശം പാകിസ്ഥാൻ പിൻവലിച്ചുവെന്നും കേട്ടു. എന്താണ് ശരിയെന്നറിയില്ല, അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ തമാശ. ഇറാനെതിരെ ചരിത്രപരമായ വിജയം നേടിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ തിരിച്ചടിയിൽ ചരിത്രത്തിലില്ലാത്ത നഷ്ടം നേരിട്ടതാണ് ചരിത്രപരമായ വിജയമെങ്കിൽ ആ പറഞ്ഞത് ശരിയാണ്. ഇതിനിടയ്ക്ക് ഒരു സുപ്രധാനമായ വാർത്ത വന്നു. അതായത് അമേരിക്കൻ ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ പൂർണ്ണമായും തകർന്നുവെന്ന ട്രംപിന്റെ അവകാശവാദം കള്ളമാണ്. അമേരിക്കയുടെ തന്നെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്.